Good evening all. Welcome to EduFix Academy. അപ്പോൾ നമ്മളെ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. നമ്മളെ പുതിയൊരു ബാച്ചിലേക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം. അപ്പൊ ഞാന് BSOC 113 എടുക്കുന്നത്. 113, 111. എൻ്റെ പേര് ശ്യാമലി. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ നമ്മുടെ BSOC 113 113 അല്ലെ, സോഷ്യൽ തിങ്കേഴ്സ് ആണ് നമുക്ക് ഇതില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു BSOC 113 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ തിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിലെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ പേപ്പറിന്റെ പ്രത്യേകത ടോട്ടല് നമുക്ക് 4 ബ്ലോക്ക് ആയിട്ടാണുള്ളത്. 4 ബ്ലോക്കിലും ഓരോ യൂണിറ്റുകൾ ഉണ്ട്. 4 ബ്ലോക്കിൽ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലല്ലോ, നമ്മളിപ്പോ അത് ഫൈനൽ ആയല്ലോ. അപ്പൊ ഓരോ ബ്ലോക്കില് ബ്ലോക്ക് 1-ലാണെങ്കിൽ 3 യൂണിറ്റ് ആണുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2-ല് 3 യൂണിറ്റ് തന്നെയാണുള്ളത്. ബ്ലോക്ക് 3-ലും 3 യൂണിറ്റ് തന്നെയാണ്. ബ്ലോക്ക് 4-ല് 2 യൂണിറ്റ്. അങ്ങനെ ടോട്ടൽ 11 യൂണിറ്റ് ആണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു BSOC 109 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ഈ ചാപ്റ്ററിൽ ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു 11 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സോഷ്യൽ തിങ്കേഴ്സിനെയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെയും അതുപോലെ തന്നെ സോഷ്യലി ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ഇവരുടെ മെത്തേഡ്സുകള്, സ്ട്രക്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലെ. ചാപ്റ്ററിലേക്ക് കിടക്കാം. BSOC 109, സോറി മാറിപ്പോയിട്ടോ, BSOC 113 സോഷ്യൽ തിങ്കേഴ്സ്. സോഷ്യൽ തിങ്കേഴ്സ് ബ്ലോക്ക് 1 നമ്മൾ പറഞ്ഞു. ബ്ലോക്ക് ഓരോ ടോട്ടൽ നമുക്ക് എത്ര യൂണിറ്റാ ഉള്ളത്? 11 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ 11 യൂണിറ്റിലും കൂടെ നമുക്ക് 4 ബ്ലോക്കാണ്. അപ്പൊ ഈ 4 ബ്ലോക്കിലും ഫസ്റ്റത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് 1 ഫംഗ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ, ഇതാണ് ഫസ്റ്റത്തെ ബ്ലോക്കിന്റെ നെയിം. അതായത് ഫസ്റ്റത്തെ ബ്ലോക്ക് പോണത് ഫംഗ്ഷനും സിസ്റ്റം സ്ട്രക്ചർ, അതായത് ഇതിനെയാണ്. ഇതിലെ യൂണിറ്റ് 1 റാഡിക്കലിസ് ബ്രൗൺ സ്ട്രക്ചറൽ ഫംഗ്ഷൻ, ഫംഗ്ഷണലിസം, സോറി ട്ടോ, സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ആണ് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്നാണ് ഇതിൽ ടൈപ്പ് ചെയ്തതിൽ. സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം, റാഡിക്കലിസ് ബ്രൗൺ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ബ്രൗണിന്റെ ഒരു പ്രത്യേകത, റാഡിക്കലിസ് ബ്രൗണിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഫോക്കസ് ചെയ്ത ഏരിയാസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ കാഴ്ചപ്പാടുകൾ എത്തരത്തിലുള്ളത്, അതല്ലെങ്കിൽ എന്താ പറയാ ഇദ്ദേഹം ഇനീഷ്യേറ്റീവ് ചെയ്ത പ്രോഗ്രാംസ് അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ അപ്ലിക്കബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ സമൂഹത്തിൽ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു സമൂഹത്തെ ഫോക്കസ് ചെയ്യും, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി ചേരേണ്ട കുറച്ച് വസ്തുതകൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഒരു പൊതുവെയുള്ള ഒരു ധാരണ. അപ്പൊ കൺസെപ്റ്റിനെയൊക്കെ കുറിച്ചിട്ടാണ്, ഒരു എന്താ പറയുക ചിന്താഗതികളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പോകുന്നത്. അതായത് റാഡിക്കൽ ബ്രൗൺ ആണ് പ്രത്യേകം ഇതിൽ എന്ത് ചെയ്യണത്,
ഫോക്കസ് ചെയ്യണം. ഇപ്പൊ ബ്രൗൺ എന്ന് പറയുമ്പോഴേക്കും ബ്രൗണിന്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ബ്രൗണിന്റെ എന്താ തിയറീസ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മുടെ റാഡിക്കൽ ബ്രൗണിന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. അതൊക്കെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് എടുക്കാം. എന്താണ് സ്ട്രക്ചറലിസം, അല്ലെങ്കിൽ എന്താണ് ഫങ്ഷണലിസം, അല്ലെങ്കിൽ ബ്രൗണിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്, അതൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് സെക്കൻഡ് ലുക്ക് അറ്റ് സം ഓഫ് ദ early sociologists who have contributed significantly in conceptualizing and theorizing on the concept of structure, function, their interrelation, studying society. നമുക്കറിയാം പൊതുവെ ഈ ഒരു ആശയം സ്ട്രക്ചറൽ എന്താ പറയാ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ സ്ട്രക്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് നമുക്കുള്ള ആശയം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ അതില് ആവശ്യമുള്ള കാര്യം അതിലേക്ക് കോൺട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രവർത്തനം ബ്രൗണിനെ സംബന്ധിച്ചിടത്തോളം ബ്രൗൺ എന്താണ് ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിന്റെ, അതായത് ഘടനാപരമായിട്ടുള്ള പ്രവർത്തന സിദ്ധാന്തം അത് കൂടുതൽ വികസിപ്പിക്കാൻ സഹായിച്ചത് ആരാന്നാ പറയുന്നത്, നമ്മുടെ ബ്രൗൺ ആണ്. ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക നരവംശ ശാസ്ത്രജ്ഞനൊക്കെയാണ് ആര് ഈ ഒരു ബ്രൗണ്, റാഡിക്ലിഫ് ബ്രൗണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഇദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ടു സ്ട്രക്ചറൽ ഫങ്ഷണലിസം, എ തിയറി ദാറ്റ് വ്യൂസ് സൊസൈറ്റി ആസ് എ സിസ്റ്റം വിത്ത് interconnected parts, each with a specific function to maintain social stability and order. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആശയം ഒക്കെ ഉണ്ട്. ഒരു സോഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെ, ഒരു എന്താ പറയാ ഒരു സോഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഈ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ഫങ്ഷണലിസം. Structural functionalism is based upon the concept that social institutions and usage perform vital functions for solidity and preservance of a society. ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ചിന്താഗതികളാണ് കേട്ടോ പറയണത്. അതായത് ഇന്റലക്ച്വൽ ക്ലൈമറ്റ് ആയാലും ഇൻഫ്ലുവൻസ് ആയാലും ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഇദ്ദേഹത്തിന്റെ ഒരു ആശയങ്ങൾ എന്ന് പറയുന്ന ഒരു വസ്തുത ഇതിലൂടെയാണ് പോയിട്ടിരിക്കുന്നത്. ഈ ഒരു ആശയത്തെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താ റാഡിക്ലിഫ് ബ്രൗൺ വാസ് ആൻ ഇംഗ്ലീഷ് സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് അല്ലെ, who helped further develop the theory of structural functionalism. He conducted field work. അതായത് ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിൽ വന്ന ഒരു കാര്യമാണ് എന്ത് ഫീൽഡ് വർക്ക്. അത് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആൻഡമാൻ അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലുള്ള പ്രദേശങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ എന്ത് ചെയ്തത് പ്രയോഗിച്ചത്. അതായത് ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഈസ് എ സോഷ്യോളജിക്കൽ തിയറി ദാറ്റ് അറ്റംപ്റ്റ് to explain why society functions the way it does by focusing on the relationship between the various social institutions that makes ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ
ഫോക്കസിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് സൊസൈറ്റി അല്ലെ. അതായത് ഗവൺമെന്റ് ആയാലും ലോ ആയാലും എഡ്യൂക്കേഷൻ എനിത്തിങ്, ഏതൊരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിലേക്കുള്ള ആ ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ theoretical understanding of society that puts social system as the collective means to fill society's need അല്ലെ. അങ്ങനെയുള്ള ഒരു ആശയത്തിന് കോൺട്രിബ്യൂട്ടഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു എന്താ പറയാ ഈ ഒരു ചിന്താഗതി ഇതിലേക്ക് എന്താ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ആശയങ്ങൾ കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് വർക്ക് ആയാലും എന്താ പറയാ ആ ഒരു ആശയത്തെ അതിൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ എന്താ പറയാ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് ഒക്കെയാണ് ആര് നടത്തിയത്, നമ്മുടെ റാഡിക്ലിഫ് ബ്രൗൺ നടത്തിയിരിക്കുന്നത്. ദെൻ ദ ഫീൽഡ് വർക്ക് ട്രഡിഷൻ. ഫീൽഡ് വർക്ക് ട്രഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഒരു എന്തിൽ നിന്നാണ്, ഇദ്ദേഹത്തിന്റെ ഒരു ചിന്തയിൽ നിന്നിട്ടാണ് ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെ എന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ് വർക്ക് ബ്രൗൺ സ്റ്റഡി എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഇന്റലക്ച്വൽ ഫേസ് ആണ്. അതായത് ഈ ഒരു ഫീൽഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രൗൺ വാസ് ഇനിഷ്യേറ്റഡ് ടു ഫീൽഡ് വർക്ക്. ഇദ്ദേഹത്തിന്റെ ഒരു റിസ്കിലാണ് അല്ലെങ്കിൽ എന്താ പറയാ ഒരാശയത്തിലാണ് ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റിന് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ദെൻ അതുപോലെ തന്നെ വേറൊരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഈ ഒരു ഫീൽഡ് വർക്ക് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതായത് ഏതൊക്കെ മേഖലയെ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫീൽഡ് വർക്ക് ഉപയോഗിക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു പേർപ്പസ്, ആ ഒരു ആശയങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എന്തിനാണ്, എന്താണ് പർപ്പസ് അല്ലെ, ഇതൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ആൻഡമാൻ ഓസ്ട്രേലിയ പോലുള്ള എന്താ പറയാ പ്രദേശങ്ങളിലാണ്. Then Durkheim's tradition, radical reforms, conversions. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ ശരിക്കും ഇവിടെ Durkheim was optimistic that human beings would be able to lead a life that was both individual and social in a property organized society. He wants to develop sociology on the lines of the natural science. Mainly ഒരു ആശയം ഡോക്യുമെന്റ് അല്ലെങ്കിൽ ബ്രൗണിന്റെ ആശയങ്ങൾ ഇതില് ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താ ചെയ്യണേ. ഇപ്പൊ നമുക്കൊരു ഫീൽഡ് വർക്ക് ആണെങ്കിൽ ഫീൽഡ് വർക്ക് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെ, അതായത് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ടു ഷേപ്പ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് diverse culture and societies. Its origin, characteristics, importance, examples on criticisms, and all contribute and all of the contribute to a rich anthropological inquiry ആയിട്ട് നമുക്ക് ഈ ഒരു എന്തിനെ മെൻഷൻ ചെയ്യാം. ഈ ഒരു
എന്താ പറയാ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഫ്രോം ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇന്ററാക്ഷൻ. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫീൽഡ് വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, അതായത് നമുക്ക് എങ്ങനെയാണോ ആളുകളുടെ ഒരു അല്ലെങ്കിൽ എന്താ പറയാ പ്രദേശങ്ങളുടെ, ഇപ്പൊ നമ്മള് ബ്രൗഡിന്റെ പ്രത്യേകതയാണെങ്കിൽ ബ്രൗഡ് ഒപ്റ്റിമൈസ് ചെയ്തത് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഫോക്കസ് ചെയ്തത് ഈ ഒരു പ്രദേശങ്ങളാണ്. അതായത് എന്താ പറയാ ഓസ്ട്രേലിയ, ആൻഡമാൻ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലാണ്. അതുപോലുള്ള എന്താ പറയാ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, അപ്പൊ അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, എത്തിനിക്കൽ കൺസിഡറേഷൻ, ആ കാര്യങ്ങളെല്ലാം ഇതില് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റില് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡോക്യുമെന്റ് ആയാലും ഈ ബ്രൗൺജെ ആയാലൊക്കെ ഉള്ള അവരുടെ ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ. അതായത് റിക്വയർമെന്റ് ഓഫ് സയൻസ് ഈസ് എ ബോഡി ഓഫ് കൊഹറന്റ് കൺസെപ്റ്റ് അല്ലെ. അതായത് അക്കോർഡിംഗ് ടു ബ്രൗൺ ദ ബേസിക് എന്താ പറയാ ദ ബേസിക് റിക്വയർമെന്റ് ഓഫ് എനി സയൻസ് ഈസ് എ ബോഡി ഓഫ് എ കൊഹറന്റ് കൺസെപ്റ്റ്. സോഷ്യൽ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോഴുള്ള ബ്രോൺസിന്റെ വർക്കിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയണത്. ദെൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അതായത് നമ്മള് റാഡിക്ലിഫ് ബ്രൗണിന്റെ ഒരു ആശയമാണ് കേട്ടോ പറയുന്നത്. റാഡിക്ലിഫ് ബ്രൗണിന്റെ നമുക്ക് പറഞ്ഞു തരാം. റാഡിക്ലിഫ് ബ്രൗണിന്റെ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അതിൽ നമ്മുടെ ഇന്റലക്ച്വൽ ക്ലൈമാറ്റ്സ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്, ഇത്തരം ആശയങ്ങളൊക്കെയാണ്. എങ്ങനെ എന്താ പറയാ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലേക്ക് ഇവരുടെ ആശയങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അത് എങ്ങനെയുള്ള മേഖലകളിലാണ് ഫോക്കസ് ചെയ്തത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഫീൽഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ബ്രൗണിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത്. ഓസ്ട്രേലിയ പോലുള്ള അല്ലെങ്കിൽ ആൻഡമാൻ പോലെ തുടങ്ങിയിട്ടുള്ള എന്താ പറയാ ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവിടെയൊക്കെ നടത്തുന്നതിന്റെ ഭാഗമാണ്. അതായത് ഘടനാപരമായിട്ടുള്ള ഒരു പ്രവർത്തന സിദ്ധാന്തം കൂടുതൽ വികസിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ആശയമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, ഈ ഒരു സോഷ്യൽ ഫങ്ഷണലിസം അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ദെൻ വി ആർ മൂവിങ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ റാഡിക്ലിഫ് ബ്രൗൺസ് വർക്കിനെ അടിസ്ഥാനമാക്കിയത്, റാഡിക്ലിഫ് ബ്രൗണിന്റെ വർക്കിനെ അടിസ്ഥാനമാക്കിയത്. അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എങ്ങനെയാണ് ബ്രൗണിന്റെ അതായത് എന്താ പറയാ റാഡിക്ലിഫ് ബ്രൗണിന്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്. According to Brown, the basic requirement of any science is a body of coherent concept. Brown defines social structure empirically as patterned on normal social relations, those aspects of social activities that conform to accepted social rules or norms. These rules bind society's members to socially useful activities. അതായത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് is the network of patterned or normal social relations governed by norms and rules that bind society's members to socially useful activities, forming and tangible and observation എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം. അതായത് ഇവിടെ നമ്മള് ബ്രൗണിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെ എന്താ
സെവറൽ സോഷ്യൽ സ്ട്രക്ചറിനെ എങ്ങനെ കൺസിസ്റ്റ് ചെയ്യുന്നു? ദ സം ടോട്ടൽ ഓഫ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് എ ഇൻഡിവിജ്വൽ അറ്റ് എ ഗിവൺ മൊമെന്റ് ഓഫ് എ ടൈം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇത് social structure and social organization. Then the social structure and social organization. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ബ്രൗണിന്റെ ഒരു ആശയം, അതെ എന്താ സോഷ്യൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ ആയാലും ഇതിൽ പറയണത് ഒരു എന്താ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ്. അതായത് എന്താ സയൻസുകളുടെ ആയാലും അല്ലെങ്കിൽ എന്താ പറയാ കൊഹറന്റ് കൺസെപ്റ്റ് ആയാലും ഏതായാലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ ആസ് എ പാറ്റേൺഡ് ഓർ നോർമൽ സോഷ്യൽ റിലേഷൻസ്. പാറ്റേൺഡ് ആൻഡ് നോർമൽ റിലേഷൻസിനെയാണ് ഇതില് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെയാണ് ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറും സോഷ്യൽ ഓർഗനൈസേഷൻസും ഒക്കെ പോകുന്നത്. അതായത് സോഷ്യൽ സ്ട്രക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് സോഷ്യൽ സ്ട്രക്ചർ. ദ ബേസിക് എലമെന്റ് ആർ ഹ്യൂമൻ ബീങ്സ് ഓർ പേഴ്സൺ ഇൻവോൾവ്ഡ് ഇൻ എ സോഷ്യൽ ലൈഫ്. ഇറ്റ്സ് അഗ്രിഗേറ്റ് of patterned social arrangements in society that are both emergent from determined of the action of individuals. The enduring patterns of behavior by participants in a social system in relation to each other. അതായത് നമുക്കറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ശാസ്ത്രങ്ങളിലൊക്കെ ഇതിലെല്ലാം എന്താ പറയാ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അത് നിർണയിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പാറ്റേൺസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് നമ്മളെന്താ പറഞ്ഞത് പാറ്റേൺസ് അല്ലേ, patterns of behavior by participants in a social in a relation to each other. അതായത് ഒരു സാമൂഹിക ശാസ്ത്രങ്ങളിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ ഉയർന്നു വരുന്നതും നിർണയിക്കുന്നതുമായ സമൂഹത്തിലെ പാറ്റേൺ ചെയ്ത സാമൂഹിക ക്രമീകരണങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഒരു എന്തെന്ന് പറയുന്നത് സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ആ ഒരു സാമൂഹിക ഘടനയ്ക്ക് ഉപരിയായിട്ട് അതിൽ കുടുംബം ഉണ്ടാവാം, മതം ഉണ്ടാവാം, നിയമം ഉണ്ടാവാം, സമ്പദ് വ്യവസ്ഥ എല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് ഈ ഒരു സോഷ്യൽ പാറ്റേൺസിൽ പെടുന്ന കാര്യം. അതായത് നമ്മുടെ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞത് എന്താണോ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറച്ച് ഘടകങ്ങൾ അതിന്റെ സാമൂഹിക ക്രമീകരണങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രക്ചറിൽ ആ ഒരു എന്താ പറയാ സ്ട്രക്ചറിലേക്ക് അനിവാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അത് കുടുംബമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ മതമായിക്കോട്ടെ, നിയമമായിക്കോട്ടെ, സമ്പദ് വ്യവസ്ഥയായിക്കോട്ടെ, എല്ലാ ആശയങ്ങളും ഇവിടെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നു.
ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ ഇതിന്റെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ പോകുന്നത് in a sociology, a social organization is a pattern of relationship between and among individuals and groups such as sexual composition, structure, division of labor, etc. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വ്യക്തികളുടെ ഒരു എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും വ്യക്തികളോ അല്ലെങ്കിൽ വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ തമ്മിലുള്ള അവരുടെ ഒരു ബന്ധങ്ങളുടെ ഒരു മാതൃകയായിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കിയത്? സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അല്ലെ. ആ ഒരു സാമൂഹിക സംഘടനയുടെ സവിശേഷതകളിലെ എന്താ പറയാ ഒരു ലൈംഗിക സവിശേഷതകളിലെ ലൈംഗിക ഘടന അല്ലെങ്കിൽ തൊഴിൽ വിഭജനം ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റില് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളും അവ തമ്മിലുള്ള ഒരു മാതൃക മാത്രമായിട്ടല്ല നമ്മൾ ഇതിനെ കണക്കാക്കണേ. ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിനെയും അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ എന്തിൽ കവർ ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തില് എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒറ്റ മേഖലയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടല്ല നമ്മൾ എന്തിനെ കണക്കാക്കിയിട്ടുള്ളത്? ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ ഒന്നും നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Social structure are as a hierarchies that organize our social relationship in social institutions. Social institutions are structure that are patterns on the basic of social needs. They include the family, education, religion, the economy, politics, everything are included in social structure and institution ഉൾപ്പെടുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഒരു എന്താ പറയാ ഒരു നല്ലൊരു നീഡ് നമ്മുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എന്താ പറയാ മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ അല്ലെ. ആസ് എ സോഷ്യൽ ആനിമൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് എന്നുള്ളത് നമുക്ക് ഒരുപാട് നീഡ്സുകൾ ഉണ്ട്. ആ നീഡ്സ് ഒക്കെ നമ്മൾ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ആ നീഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ നീഡ്സ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സ്ട്രക്ചർ അത് നമുക്ക് ഒരു പാറ്റേൺ നമുക്ക് അതിൽ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സ് നമ്മൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. അതായത് സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിലൂടെ ഒക്കെയാണ് ആ ഒരു ക്രമീകരണങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള നീഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കുക. അല്ലെ സോഷ്യൽ ആയിട്ടുള്ള നീഡ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ നീഡ്സ് ദേ ഇൻക്ലൂഡ് ദ ഫാമിലി, എഡ്യൂക്കേഷൻ, റിലീജിയൻ. അത് നമുക്കറിയാം ഫസ്റ്റത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വലിയൊരു റോള് എന്തിലുണ്ട്? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റില് ഉണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹയറാർക്കീസ് അത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിന് എന്ത് റോളാണുള്ളത്, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതുപോലെ തന്നെ നമുക്കറിയാം ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം, ദ ടേം സ്ട്രക്ചർ റിഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് എ
of parts or components that are linked together in some way. അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കാക്കിയിരിക്കുന്നത്. അതില് സ്ട്രക്ചർ ഓഫ് ഹൗസ് അല്ലെങ്കിൽ എന്താ പറയാ അറേഞ്ച്മെന്റ് ഓഫ് റൂഫ്. നമുക്കറിയാം ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ കിടക്കണത് ഒരു വീട്ടിലേക്ക് ഒരു വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം നമ്മള് ഒന്ന് ചിന്തിക്കുക. അപ്പൊ അതൊരു സ്ട്രക്ചർ നമ്മൾ നേരെ വരുന്നു വീടിന്. വീടിന്റെ